അയോധ്യയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ആർ.കെ., 10:30-ക്കാണ് പ്രധാനമന്ത്രി അയോധ്യ വിമാനത്താവളത്തിലെത്തുക. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗത്തിൽ 10:55-നാണ് അദ്ദേഹം ക്ഷേത്രത്തിലെത്തുക എന്നാണ് നേരത്തെ വിജയകുമാറിന്റെ റിപ്പോർട്ടിലുള്ളത്. അയോധ്യ ക്ഷേത്രവും പരിസരവും ഒക്കെ പൂർണ്ണമായും ആഘോഷ ലഹരിയിലാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള മറ്റു വിശേഷങ്ങൾ? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് 12:29-നും 31-നും ഇടയ്ക്കുള്ള 84 സെക്കൻഡാണ് വൈദിക വിധി പ്രകാരം ദേവചൈതന്യം മൂർത്തിയിലേക്ക് പകരുന്ന സമയം. പ്രധാനപ്പെട്ട ആരൊക്കെയാണ് അവിടെ എത്തിയിട്ടുള്ളത്? അവിടുത്തെ ഒരുക്കങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ക്ഷേത്രം ട്രസ്റ്റ് ക്ഷണിച്ച ഏതാണ്ട് 7000-ഓളം അതിഥികളാണ് ഇവിടേക്ക് എത്തേണ്ടത്. അതിൽ ഏതാണ്ട് ഭൂരിപക്ഷം പേരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഈ ക്ഷേത്രം ട്രസ്റ്റ് അറിയിക്കുന്നത്. ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ക്ഷേത്ര ട്രസ്റ്റ് ഇപ്പോൾ അറിയിക്കുന്നു. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ അയോധ്യയിൽ ശ്രീരാമൻ ഉൾപ്പെടുന്ന വംശം, സൂര്യവംശം, ഈ സൂര്യവംശത്തിന്റെ അഭിഷേകം നടക്കുന്നത് അഥവാ ഈ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതും സൂര്യവംശത്തിലെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തിരുന്ന ആ രീതിയിൽ തന്നെയാണ്. അവരുടെ കിരീടധാരണം നടന്നിരുന്ന ആ സമയത്ത് ഏതൊക്കെ ചടങ്ങുകൾ അനുഷ്ഠിച്ചിരുന്നോ അതിന് തുല്യമാകുന്ന വിധത്തിലുള്ള ചടങ്ങുകളെല്ലാം അനുഷ്ഠിച്ചാണ് ബാലനാണെങ്കിലും രാംലല്ലയെ പ്രതിഷ്ഠിക്കുന്നത്, പ്രാണൻ നൽകുന്നത്. ഇതിന് അനുബന്ധമായിട്ടുള്ള ചടങ്ങുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നു വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സൂര്യവംശത്തിലെ രാജാക്കന്മാർ ചക്രവർത്തിമാരായി ആണ് അവരുടെ സ്ഥാനം അംഗീകരിക്കപ്പെട്ടിരുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നും ഉള്ള മറ്റു രാജാക്കന്മാർ ഈ സൂര്യവംശ രാജാക്കന്മാരുടെ ആധിപത്യം അംഗീകരിച്ച് അവരുടെ ഭരണക്രമത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോയ ഒരു സാഹചര്യമൊക്കെയാണ് ഐതിഹ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. അതിനെ പ്രതീകവൽക്കരിക്കുന്ന വിധത്തിലാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ പുണ്യനദികളിൽ നിന്നും കൊണ്ടുവന്ന പുണ്യ ജലം ഉപയോഗിച്ചുകൊണ്ടുള്ള അഭിഷേകം നടന്നത്. ഇന്ന് രാവിലെ പ്രാണൻ സ്വീകരിക്കാൻ തയ്യാറായി വിഗ്രഹം ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞു. ഇനിയുള്ളത് പ്രാണൻ സ്വീകരിക്കാനായിട്ടുള്ള മൂലമന്ത്രം ഉപദേശിക്കുക എന്നുള്ളതാണ്. ഈ മൂലമന്ത്രം ഉപദേശിച്ചു കഴിഞ്ഞാൽ വിഗ്രഹത്തിന് പ്രാണൻ ലഭിക്കും. അതോടുകൂടി ദർശന യോഗ്യമാകും വിഗ്രഹം എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നിന്നും അയോധ്യയിലെ ക്ഷേത്രത്തിലെ സമീപമുള്ള ഹെലിപാഡിലേക്ക് എത്തും. ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരമാണ് ഈ ദൂരത്തെ ഉള്ളത്. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് ഹനുമാൻ ഗാർഹി ക്ഷേത്രത്തിൽ എത്തും. അവിടെ പ്രാർത്ഥന നടത്തി. ഹനുമാൻ ഗാർഹിക്കും വലിയ പ്രാധാന്യമുണ്ട്. ഹനുമാൻ ഗാർഹി ക്ഷേത്രത്തിൽ വെച്ചാണ് രാമനും ഹനുമാനും ആയി എല്ലാ സമയങ്ങളിലും കണ്ടിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അയോധ്യയിലെ എല്ലാ ചടങ്ങുകൾക്കും മുന്നോടിയായി ഈ ക്ഷേത്രത്തിൽ ദർശനം പതിവാണ്. ആ ക്ഷേത്രത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ മറ്റു ചടങ്ങുകളിലേക്ക് കടക്കാറുള്ളൂ. പ്രധാനമന്ത്രി അവിടെ എത്തും, പ്രാർത്ഥിക്കും. അതിനുശേഷം ഈ സരയൂ സ്നാനത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ അവ്യക്തത ഇപ്പോഴും തുടരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി 12 മണിയോടുകൂടി സിംഹദ്വാറിലേക്കാണ് എത്തുക. സിംഹദ്വാർ എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തെയാണ് സിംഹദ്വാർ എന്ന് വിളിക്കുന്നത്. സിംഹദ്വാർ കടന്ന് പ്രധാനമന്ത്രി 32 പടികൾ കിഴക്ക് ദർശനമായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഈ ക്ഷേത്രം നാഗർ ശൈലിയിലാണ് ഉള്ളത്. 3 നിലകളിലായിട്ടാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. അതിൽ 2 നിലകളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. 5 മണ്ഡപങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിന്. അങ്ങനെ 32 പടവുകൾ കയറിയാൽ ഗർഭഗൃഹത്തിലേക്ക് എത്തും. നമ്മൾ ശ്രീകോവിൽ എന്ന് പറയുന്നത് നാഗർ ശൈലിയിലായതുകൊണ്ട് തന്നെ ഗർഭഗൃഹം എന്ന രീതിയിലാണ് പ്രതീകവൽക്കരിക്കപ്പെടുന്നത്. ഗർഭഗൃഹത്തിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രിക്ക് ഒപ്പം അവിടെ ഉണ്ടാവുക പ്രധാനമന്ത്രി ഉൾപ്പെടെ 5 പേരായിരിക്കും ഉണ്ടാവുക. പ്രധാനമന്ത്രി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, ഉത്തർപ്രദേശ് ഗവർണർ, RSSന്റെ അധ്യക്ഷൻ, ഒപ്പം ക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരി എന്നിവരാകും ഉണ്ടാവുക. ആ സമയത്ത് രാംലല്ല കണ്ണ് മൂടി കെട്ടിയ അവസ്ഥയിലാകും ഉണ്ടാവുക. ഉണർന്നെഴുന്നേറ്റെങ്കിലും ലോകം കാണാൻ പര്യാപ്തമാകുന്ന പ്രാണൻ സ്വീകരിക്കാതെ ഉള്ള ഒരു അവസ്ഥയിലാകും ഉണ്ടാവുക. മൂലമന്ത്രം ഉപദേശിക്കുന്നതോടുകൂടി ഈ രാമവിഗ്രഹം രാംലല്ല പ്രാണൻ സ്വീകരിച്ച് ലോകം കാണാൻ തയ്യാറാകും. ആദ്യം ലോകം കാണുന്ന രാംലല്ല സ്വന്തം രൂപം തന്നെ ദർശിക്കണം എന്നുള്ളതാണ് വിശ്വാസം. അതനുസരിച്ച്
കണ്ണാടി, രാംലല്ലയ്ക്ക് മുന്നിൽ കണ്ണാടി സ്ഥാപിച്ചിട്ടുണ്ട്. സ്വർണ്ണ സൂചി കൊണ്ട് ഈ വിഗ്രഹത്തിന്റെ അഞ്ജനം എഴുതും. അങ്ങനെ അഞ്ജനം എഴുതിയതിന് ശേഷം ഈ കണ്ണിലുള്ള കെട്ട് അത് അഴിച്ചു മാറ്റും. അതോടുകൂടി സ്വന്തം രൂപം ഈ കണ്ണാടിയിൽ രാംലല്ല ദർശിക്കും. ഒരു നിമിഷം മാത്രം കഴിയുന്നതോടുകൂടി രാംലല്ലയിലേക്ക് പ്രധാനമന്ത്രി അടക്കമുള്ള 5 പേരും എത്തും. 56ഓളം വിഭവങ്ങൾ സമർപ്പിച്ചുകൊണ്ടാകും ആദ്യ സംഘം രാംലല്ലയെ പ്രാർത്ഥിക്കുക. അതിനുശേഷം നൈവേദ്യം നടക്കും. ആദ്യത്തെ നൈവേദ്യം ഈ 56 വിഭവങ്ങൾ കൊണ്ടാണ്. അതിനുശേഷം പ്രധാനമന്ത്രി ആരതി നടത്തും. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹം ഇതിന്റെ ശിലാസ്ഥാപന ചടങ്ങിലും അദ്ദേഹം തന്നെയായിരുന്നു മുഖ്യ യജമാനൻ. അതുപോലെ ഈ പ്രതിഷ്ഠാ ചടങ്ങിലും അദ്ദേഹം മുഖ്യ യജമാനായി വർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹമായിരിക്കും ആരതി ചെയ്യുക. പ്രധാനമന്ത്രി ആരതി ചെയ്ത് പ്രാർത്ഥന നടത്തിയതിനു ശേഷം ക്ഷേത്രത്തിന്റെ മുഖ്യ കവാടം പ്രധാനമന്ത്രി തുറക്കും. അത് ലോകത്തിന് സമർപ്പിക്കുന്നു, ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു, ഭക്തർക്ക് സമർപ്പിക്കുന്നു എന്നതാണ് വിശ്വാസം. അതോടുകൂടി ആ ക്ഷേത്രം, പുതിയ ശ്രീരാമക്ഷേത്രം ജനങ്ങൾക്ക് സന്ദർശിക്കാനും ഭക്തർക്ക് ദർശനം നൽകാനും യോഗ്യമായി മാറുന്നു എന്ന് കരുതപ്പെടുന്നു. ഈ ചടങ്ങുകളെല്ലാം ഏതാണ്ട് 1 മണിയോടുകൂടി അടുത്ത് പൂർണ്ണമായിട്ടും കഴിയും. അതിനുശേഷം ക്ഷേത്രത്തിൽ തുടർന്നുള്ള പൂജകൾ, ദൈനംദിന പൂജകൾ എന്ന് നമ്മൾ പറയുന്ന പൂജകൾ ആ സമയം മുതൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത് ഈ ഗർഭഗൃഹത്തിൽ ഉണ്ടാകുന്നത് രാംലല്ലയ്ക്ക് ഒപ്പം താൽക്കാലിക ക്ഷേത്രത്തിലെ വിഗ്രഹം കൂടി അവിടെ എത്തിച്ചിട്ടുണ്ട്. താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല ഈ പുതിയ വിഗ്രഹവുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വളരെ അധികം നീളം കുറവുള്ള ഒരു വിഗ്രഹമാണ്. അതിനെ ഇനി ഉപയോഗിക്കുന്നത് പുതിയ രാമവിഗ്രഹം അജല വിഗ്രഹമായും പഴയ രാമവിഗ്രഹം അഥവാ ഈ താൽക്കാലിക ക്ഷേത്രത്തിൽ നിന്നും എത്തിച്ചിരിക്കുന്ന രാംലല്ല എന്നുള്ളത് ഉത്സവ വിഗ്രഹവുമായും ആയിരിക്കും പ്രവർത്തിക്കുക. സഹോദരന്മാരുടെ സാന്നിധ്യം രാമന് ഉണ്ടാകും. ഒപ്പം പൂജകളുടെ തുടക്കവും ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടാകും. ദിവസം 3 ആരതികൾ എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ ആദ്യ ആരതി പ്രധാനമന്ത്രിയാണ് നടത്തുന്നത്. അതിനുശേഷം ഉള്ള ആരതി വൈകിട്ട് 7:30 മണിക്കായിരിക്കും ഉണ്ടാവുക. തുടർന്ന് എല്ലാ ദിവസങ്ങളിലും 6:30 മണി, ഉച്ചയ്ക്ക് 12:30 മണി, ഒപ്പം രാത്രി 7:30 മണി, ആ രീതിയിൽ ഈ ആരതികളും ഉണ്ടാകും. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ആരതി എല്ലാവർക്കും കാണാനായിട്ടുള്ള അനുവാദം നൽകാനായി സാധ്യമല്ല എന്ന് ട്രസ്റ്റ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ആരതി ടിക്കറ്റ് മൂലം അഥവാ വരുന്നവരിൽ പ്രയോറിറ്റി അനുസരിച്ചിട്ടുള്ള ആളുകൾക്ക് അപ്രകാരം മാത്രമായിരിക്കും ദർശിക്കാനായിട്ടുള്ള അനുവാദം ഉണ്ടാവുക. ഈ അയോധ്യ നഗരത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ രാമവിഗ്രഹത്തിന്റെ ഈ പ്രാണപ്രതിഷ്ഠ സ്വീകരിക്കാനായി ഉള്ള ഈ സമയം വലിയ രീതിയിലുള്ള ജനസഞ്ചയത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വലിയ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഈ നഗരത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തുകയും പല മേഖലകളിൽ തങ്ങുകയും ദർശനം ലഭിക്കാനായി കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയെങ്കിലും ആ നിയന്ത്രണങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെ തീർത്ഥാടകർക്ക് വേണ്ടി ക്ഷേത്രം തുറന്നു കൊടുക്കുക നാളെയാണ്. ചടങ്ങിന്റെ മുഖ്യ യജമാനനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10:25-നാണ് അയോധ്യ വിമാനത്താവളത്തിൽ എത്തേണ്ടത്. അദ്ദേഹം ഇപ്പോൾ അവിടെ എത്തിക്കാണുമെന്ന് കരുതാം. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അയോധ്യയിൽ ക്ഷേത്ര നഗരിയിൽ കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. 10:55-ന് അദ്ദേഹം ഹെലികോപ്റ്ററിൽ വിമാനത്താവളത്തിൽ നിന്നും നേരെ ക്ഷേത്രത്തിലെത്തും. 12:05 മുതൽ 12:55 വരെയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ, അതായത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട സമയം മുഹൂർത്തം എന്ന് കരുതുന്നത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് 12:29 മുതൽ 31 വരെയുള്ള 84 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന സമയമാണ്. ഈ സമയത്താണ് വൈദിക വിധിപ്രകാരം ദേവചൈതന്യ മൂർത്തിയിലേക്ക് പകർന്നു നൽകുക. നേത്രങ്ങൾ മൂടിവെച്ച നിലയിലാണ് ഇപ്പോഴുള്ളത്. അത് ചൈതന്യം പകർന്നു നൽകുന്നതോടുകൂടി, ദേവചൈതന്യം പകർന്നു നൽകുന്നതോടുകൂടി, പ്രാണം നൽകുന്നതോടുകൂടി കെട്ടുകൾ അഴിച്ചു മാറ്റുകയും മുന്നിലെ കണ്ണാടിയിലായിരിക്കും ആദ്യം ഈ പ്രതിഷ്ഠ സ്വന്തം രൂപം കാണുക. അതിനുശേഷമാണ് പിന്നീട് ഭക്തർക്ക് കാണാൻ കഴിയുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1 മണിക്ക് പരിസരത്ത് അതിൻ്റെ അടുത്ത് തയ്യാറാക്കിയിട്ടുള്ള പൊതുസമ്മേളന വേദിയുണ്ട്. നരേന്ദ്രമോദി അതിഥികളെ അഭിസംബോധന ചെയ്യുക ഈ വേദിയിലായിരിക്കും. പിന്നീട് അതേതാണ്ട് 1 മണിക്കൂർ, 1 മണി മുതൽ 2 മണി വരെയുള്ള സമയത്തായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാവുക. അങ്ങനെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാനങ്ങളുടെ
ഒരു അവസാനം സമാപനം ഉണ്ടാവുക അപ്പോഴാണ്. ഏതായാലും അയോധ്യയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പരിശോധിക്കുകയായിരുന്നു. അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഏതാണ്ട് 5000-ഓളം പേർ 7000-ഓളം പേർ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും ഇതിനോടകം തന്നെ അയോധ്യ രാമക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരും വേദിക്കരികെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ഓരോരുത്തരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ക്ഷേത്ര പരിസരത്തേക്ക് എത്തും. അദ്ദേഹം സരയൂ നദിയിൽ സ്നാനം ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ 1 മണിക്കൂർ അദ്ദേഹത്തിന് മാറ്റിവെച്ചിരിക്കുന്ന സമയമുണ്ട്, ഒരു റിസർവ് ടൈമുണ്ട്. അത് സരയൂ നദിയിൽ സ്നാനത്തിന് വേണ്ടി ഉള്ളതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. കനത്ത സുരക്ഷയിലാണ് അയോധ്യ കഴിഞ്ഞ 2 ദിവസമായി. ഒരു 3 നിലയിലുള്ള 3 ടയർ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് 7000-ഓളം അതിഥികളാണ്. അവരെല്ലാം തന്നെ അതിൽ വലിയൊരു വിഭാഗം ആളുകളും ഇതിനോടകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ചടങ്ങ് 12:29-നും 12:31-നും മധ്യയാണ്. 84 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. അത് വിഗ്രഹത്തിന് അല്ലെങ്കിൽ മൂർത്തിയിലേക്ക് പ്രാണൻ നൽകുന്ന വൈദിക വിധി പ്രകാരം ആ ചൈതന്യം പകർന്നു നൽകുന്ന ചടങ്ങാണ്. അതാണ് ഇതിലെ ഏറ്റവും നിർണായകമായ മുഹൂർത്തം എന്ന് പറയുന്നത്. അത് 12:29-നും 12:31-നും ഇടയ്ക്കുള്ള 84 സെക്കൻഡ് നേരമാണ്. ആഘോഷ ലഹരിയിലാണ് അയോധ്യ പൂർണ്ണമായും. അവിടേക്ക് കനത്ത സുരക്ഷാ വലയത്തിലുമാണ്. എങ്ങും ഒരു ഉത്സവാന്തരീക്ഷമാണ് കാണാൻ കഴിയുന്നത്. എല്ലാ ഇടങ്ങളിലും വർണ്ണാഭമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് പാതയോരങ്ങളൊക്കെ തന്നെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ വേദികളിൽ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുകയാണ്. രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. രാമസങ്കീർത്തനം വീതികളിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഭക്തർ നിരനിരയായി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവർക്ക് ക്ഷേത്രത്തിലേക്ക് ക്ഷേത്ര ദർശനം എന്നത് ഇന്ന് അസാധ്യമാണ്. അത് നാളെയാണ് ഭക്തർക്ക് വേണ്ടി ക്ഷേത്രം തുറന്നു കൊടുക്കുന്നത്. ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇനി നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളും പരിപാടികളും അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ എസ് വിജയകുമാറും അതോടൊപ്പം തന്നെ ആർ രാധാകൃഷ്ണനും അയോധ്യയിൽ നിന്ന് നൽകിയത്. അയോധ്യയിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അയോധ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം ക്ഷേത്രത്തിലേക്ക് എത്തും. അദ്ദേഹം അയോധ്യയിൽ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നും ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്തുക. ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരത്താണ് ക്ഷേത്ര സമുച്ചയമുള്ളത്. അവിടേക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനകം എത്തും. അതിനുശേഷമാണ് ചടങ്ങുകൾ ആരംഭിക്കുക.